വി.എസ്. അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ ബാത്തിന സൗഹൃദവേദി സൊഹാറിൽ അനുശോചന യോഗം സംഘടിപ്പിച്ചു. CPI-ന്റെ രൂപം കൊണ്ട കാലം മുതൽ ഇന്ന് വരെ അതിന്റെ നേതൃത്വത്തിൽ നിന്ന് പ്രവർത്തിച്ച സഖാവുമായ നമ്മുടെ പ്രിയ സഖാവ് വി.എസ്. ഓർമ്മിക്കുന്ന ഒരു വേദിയാണ്. സമര പോരാട്ടങ്ങളിലൂടെ ജനഹൃദയങ്ങളിൽ സ്ഥാനമുറപ്പിച്ച മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ വിയോഗത്തിൽ ബാത്തിന സൗഹൃദവേദി അനുശോചന യോഗം സംഘടിപ്പിച്ചു. സോഹാർ മലബാർ പാരീസ് റെസ്റ്റോറന്റ് ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ മേഖലയിലെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. സൗഹൃദവേദി സെക്രട്ടറി കെ.വി. രാജേഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് തമ്പാൻ തളിപ്പറമ്പ അധ്യക്ഷത വഹിച്ചു. രാമചന്ദ്രൻ താനൂർ, മുരളി കൃഷ്ണൻ, സുനിൽ മാസ്റ്റർ, കെ.ആർ.പി. വള്ളികുന്നം, മനോജ് കുമാർ, C.H. മഹമ്മൂദ് KMCC, വാസുദേവൻ പിട്ടൻ മലയാളി സംഘം, സുനിൽ ഡി ജോർജ് OICC, ലിജു ബാലകൃഷ്ണൻ നവചേതന, ലിൻസി സുഭാഷ് മലയാള മിഷൻ, ജയൻ എടപ്പറ്റ, ഷഹാസ് സാമൂഹ്യ പ്രവർത്തകൻ, സിറിൾ, ഷാജഹാൻ, കബീർ എന്നിവർ അനുശോചന പ്രസംഗം നടത്തി. വി.എസ്. അച്യുതാനന്ദൻ ജനകീയ സമരങ്ങളിലൂടെയാണ് ജനഹൃദയങ്ങളിൽ ഇടം നേടിയത്. അദ്ദേഹത്തിന്റെ ഭരണകാലത്തും അതിനു മുൻപും ഒട്ടനവധി പരിസ്ഥിതി വിഷയങ്ങളിലും സാമൂഹിക പ്രശ്നങ്ങളിലും അദ്ദേഹം ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചു. പ്ലാച്ചിമടയിലെ കൊക്കക്കോള വിരുദ്ധ സമരം, എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ, നെൽവയൽ സംരക്ഷണ സമരങ്ങൾ, ഭൂമി കയ്യേറ്റങ്ങൾക്കെതിരായ നടപടികൾ, ലോട്ടറി മാഫിയക്കെതിരെയുള്ള പോരാട്ടങ്ങൾ എന്നിവയെല്ലാം അദ്ദേഹത്തിന്റെ ജനകീയ മുഖത്തെ അടയാളപ്പെടുത്തുന്നു. ഇത്തരം സമരങ്ങളിലൂടെയാണ് അദ്ദേഹം ജനങ്ങളുടെ വി.എസ്. എന്നറിയപ്പെട്ടത്. വി.എസ്. അച്യുതാനന്ദന്റെ നിര്യാണത്തോടെ കേരള രാഷ്ട്രീയത്തിലെ ഒരു സുപ്രധാന അധ്യായമാണ് അവസാനിച്ചത്. അദ്ദേഹത്തിന്റെ ജീവിതം പോരാട്ടങ്ങളുടെയും നിലപാടുകളുടെയും പ്രതിഫലനമായിരുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നതായിരുന്നു അനുശോചനത്തിൽ പ്രതിഫലിച്ചത്. ബാത്തിന സൗഹൃദവേദി ഭാരവാഹികളായ ജാസ്മിൻ, പ്രകാശ് കളിച്ചാത്ത്, ഷാജിലാൽ, ഹാഷിഫ് എന്നിവർ വി.എസിന്റെ ഓർമ്മകൾ പങ്കുവച്ചു. പ്രവാസി ക്ഷേമനിധി ബോർഡ് രൂപീകരിക്കുകയും പ്രവാസി ക്ഷേമനിധി പെൻഷൻ പദ്ധതി ഏർപ്പെടുത്തുകയും ചെയ്തത് പ്രവാസികൾക്ക് വലിയ ആശ്വാസമായിരുന്നുവെന്നും അനുശോചനത്തിൽ ഓർമ്മപ്പെടുത്തി.